الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് വിജയികളായി അവനെ കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബിന്റെ അനുഗ്രഹീതമായ സ്വർഗം നേടുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ നല്ലതായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധക ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന ആ സമയത്ത് അള്ളാഹു ഒരു പിന്തുണയായി സഹായമായി പ്രവാചകനിലൂടെ പ്രകടമാക്കിയിട്ടുള്ള ഒരു മുഅ്ജിസത്താണ് പ്രവാചകന്റെ ഇസ്റാ മിഅ്റാജ് എന്നും അതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നും അതിൽ ചിലതിനെ സംബന്ധിച്ചുമായിരുന്നു നാം കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചിരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ ഒരുപാട് അത്ഭുത കാഴ്ചകൾ കാണുകയുണ്ടായി. ആ കാഴ്ചകളിലും നമുക്ക് ഒരുപാട് പഠിക്കുവാനും ഇസ്ലാമിക ചരിത്രമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്ര അഥവാ മിഅ്റാജ്, ഇസ്രാ കഴിഞ്ഞതിന് ശേഷം മിഅ്റാജ് ആരംഭിക്കുന്നത് ഒരു പാറക്ക് മുകളിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ പാറ പിന്നീട് ഉമവി ഭരണകാലഘട്ടത്തിൽ അത് സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ ഒരു കുബ്ബയായി കൊണ്ട് അത് ഉയർത്തുകയും ഖുബ്ബത്തുസ് സഖറ എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ആകാശാരോഹണം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നത് പോലെ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ പ്രവാചകൻ പോയപ്പോ ആ രാത്രി കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്യണം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രകാശ വർഷത്തേക്കാൾ വേഗതയിലാണ് പ്രവാചകന്റെ സഞ്ചാരമുണ്ടായിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തെത്തുകയും അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ആരാണ് കൂടെയുള്ളത്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൂടെയുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വാതിൽ തുറക്കുകയും ചെയ്തപ്പോ ആകാശത്തിന്റെ ആ കാവൽക്കാരനായ മലക്കിനോട് തുറക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വാതിൽ തുറക്കപ്പെട്ടു. അങ്ങനെ ഒരാളെ കാണുന്നു. അവിടെ ആ കാണുന്ന ആൾ ആരാണെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഹാദാ അബൂക ആദമു ഫസല്ലിം അലൈഹി, അത് നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മുമ്പ് ആദം നബിയെ പ്രവാചകൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചു. നിന്റെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്, അദ്ദേഹത്തിന് പോയി നീ സലാം ചൊല്ലുക. അങ്ങനെ ഫസല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തിന് സലാം ചൊല്ലി, അദ്ദേഹം സലാം മടക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യി സ്വാലിഹ്, മർഹബൻ ബി ഇബ്നി സ്വാലിഹ്, എന്റെ ഏറ്റവും ഉത്കൃഷ്ടനായ മകനെ നിനക്ക് സ്വാഗതം, വൻ നബിയ്യി സ്വാലിഹ്, ഉത്കൃഷ്ടനായ പ്രവാചക അങ്ങക്ക് സ്വാഗതം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മാത്രമാണ് ആ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് മർഹബൻ ബി ഇബ്നി സ്വാലിഹ് എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യി സ്വാലിഹ് എന്ന് പറയുന്ന സമയത്ത് ബിൽ അഖി സ്വാലിഹ് എന്നാണ് ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാവരും പറയുന്നത്. അഥവാ ഞങ്ങളുടെ സഹോദരനായ പ്രവാചകന് ആശീർവാദം, അങ്ങക്ക് അള്ളാഹുവിന്റെ സമാധാനമുണ്ടാവട്ടെ എന്ന രൂപത്തിലാണ് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിവാദ്യം ചെയ്യുകയും മടക്കുകയും ചെയ്യുന്നത്. ഈ രണ്ടു പ്രവാചകന്മാർ മാത്രം അവിടെ അഭിസംബോധന ചെയ്ത സമയത്ത് ബിൽ ഇബ്നി സ്വാലിഹ് എന്ന് പറയാൻ കാരണം, സ്വാലിഹായ ഉത്കൃഷ്ടനായ എന്റെ മകനെ എന്ന് പറയാൻ കാരണം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ ബശറാണ്, മനുഷ്യരുടെ പിതാവാണ്, ലോകത്തെല്ലാ മനുഷ്യരുടെയും പിതാവാണ്. അതുകൊണ്ടാണ് മകൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഉള്ളത് പ്രവാചകനെ. രണ്ടാമത്തത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും അങ്ങനെയാണ് പ്രവാചകനെ ബിൽ ഇബ്നി സ്വാലിഹ് എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്, അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ രണ്ടു പ്രവാചകന്മാർ മാത്രം ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യി സ്വാലിഹ് എന്ന് മടക്കിയപ്പോൾ ആശീർവദിക്കുകയും ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം ബിൽ അഖി സ്വാലിഹ് എന്ന രൂപത്തിൽ അവിടെ വെച്ചുകൊണ്ട് ആ മറുപടി പറയുകയും ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ആകാശങ്ങളിലും കണ്ടിട്ടുള്ള പ്രവാചകന്മാരുടെ രൂപങ്ങൾ വരെ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ആ രംഗത്തെ കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഈസാ നബി ഒത്ത ഉയരമുള്ള ആളാണ്. അതുപോലെ തന്നെ വെളുപ്പും ചുവപ്പും കലർന്ന രൂപത്തിലുള്ള നിറമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ളത്. അതുപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ തലമുടി നീണ്ട് ചുമലോളം നീണ്ടു നിൽക്കുന്ന ഒരു രൂപത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തലമുടിയിൽ നിന്ന് വെള്ളമിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഅന്നമാ ഖറജ മിൻ ദീമാസ് എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. കുളിമുറിയിൽ നിന്ന് പുറത്തു വന്നതുപോലെ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടിട്ടുള്ളത്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് ഖാലല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യ ഈസാ, മറ്റു പ്രവാചകന്മാരെ പോലെ താങ്കൾ സാധാരണ പോലെ മരണം വരിച്ച ആളല്ല, മറിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്നിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എവിടെയോ
ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഈസാ നബി വിശദീകരിക്കുന്ന ചില വിശദീകരണങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് പ്രവാചകൻ ആ യാത്രയിൽ കണ്ട സന്ദർഭം അദ്ദേഹം പറയുന്നു, ഇദാ ഹുവ ഖദ് ഉൽഖിയ ശത്തറൽ ഹുസ്ൻ, ലോകത്തുള്ള സൗന്ദര്യത്തിന്റെ പകുതിയും അദ്ദേഹത്തിനാണ് നൽകപ്പെട്ടത് എന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ലോകത്തുള്ള മൊത്തം സൗന്ദര്യമെടുത്ത് രണ്ടായി ഭാഗിച്ചാൽ അതിലൊരു ഭാഗം മുഴുവനും യൂസുഫ് നബിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ സൗന്ദര്യമാണ് അദ്ദേഹത്തെ നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സൂറത്ത് യൂസുഫിലൂടെ ആ അസീസിന്റെ ഇമ്രാത്ത് അസീസ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ അവസാനം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി രാജാവിന്റെ ഭാര്യ അവിടെ സദ്യയൊരുക്കുകയും ആ സദസ്സിലേക്ക് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നപ്പോ അവിടെ കയ്യിലുണ്ടായിരുന്ന കത്തികൾ കൊണ്ട് അവിടെ കൈകൾ മുറിച്ചു കളഞ്ഞു അവർ. കാരണം അത് ശ്രദ്ധിക്കാൻ, ഈ ആളെ ശ്രദ്ധിച്ചത് നിമിത്തം കൈകളെയും അതുപോലെ കത്തിയെയും ശ്രദ്ധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ അവർ അഭിനമിച്ചു പോയി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേ രൂപത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അവിടെ വെച്ചുകൊണ്ട് കാണുന്നത്. മൂസാ നബിയെ അവിടെ വെച്ചുകൊണ്ട് കണ്ടു. പ്രവാചകൻ പറയുന്നു, യമനിലെ ഒരു ഗോത്രമാണ് ഷാനുആ ഗോത്രം എന്ന് പറയുന്നത്. ആ ഗോത്രത്തിലെ അവരുടെ തലമുടികൾ ചുരുണ്ടാണിരിക്കുക. ചില പ്രത്യേക നാടുകളിൽ അവരുടെ ആകൃതിയും പ്രകൃതിയും ഒക്കെ വ്യത്യാസമുണ്ടാകും. ഷാനുആ ഗോത്രത്തിലെ ആളുകളുടെ മുടികൾ ചുരുണ്ടാണിരിക്കുക. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോ എനിക്ക് ഷാനുആ ഗോത്രത്തിലെ ആളുകളെ പോലെയാണ് തോന്നിയത്. ചുരുണ്ട മുടിയോട് കൂടിയിട്ടാണ് ആ പ്രവാചകനെ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ മൂസാ നബിയെ കണ്ടു. അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോന്ന ആ സന്ദർഭം ഈ ഹദീസുകളിൽ നമുക്ക് കാണാം. വലമ്മാ തജാവസതു ബക്ക, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പിരിഞ്ഞു പോന്നപ്പോ മൂസാ നബിക്ക് ഇങ്ങനെ കരയാണ്. മൂസാ നബിനെ കണ്ടുമുട്ടി അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ കരയുകയാണ്. എന്താങ്ങൾ കരയണത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അപ്പൊ പറയുന്ന മറുപടി, എന്റെ ശേഷം ഒരു ചെറുപ്പക്കാരൻ പ്രവാചകനായി വന്നിട്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ അധികം ആളുകൾ അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കും. ആ ഒരു വിഷമം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അഥവാ നല്ല കാര്യത്തിൽ ഒരു അസൂയാപരമായ ഒരു മനോഭാവം, നല്ല കാര്യത്തിൽ അസൂയ പറ്റും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, വിദ്യാഭ്യാസം നേടുന്ന വിഷയത്തിൽ അവനേക്കാൾ അധികം എനിക്ക് പഠിക്കണം, എനിക്ക് ധർമ്മം ചെയ്യണം, ആ രൂപത്തിലുള്ള ഒരു ചിന്ത. അതുപോലെ മൂസാ നബിക്ക് ഒരു ചിന്തയുണ്ടായി. എന്റെ ഉമ്മത്തിനേക്കാൾ അധികം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ ആളുകൾ പ്രവേശിച്ചു പോകുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു കണ്ണുനീരൊലിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകൻ, ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്രി ഫഖാല യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവിടെ ബൈത്തുൽ മഅമൂറിനോട് പുറംചാരിയിരിക്കുകയാണ് അദ്ദേഹം. ആകാശത്തിലെ കഅബ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മഅമൂർ ഉണ്ട്. ആ ബൈത്തുൽ മഅമൂറിനോട് പുറംചാരിയിരിക്കുകയാണ്. കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഫിൽ ഇബ്നി സ്വാലിഹ്, എന്റെ ഉത്കൃഷ്ടനായ മകനെ എന്ന് അഭിസംബോധന ചെയ്തു. അതിനുശേഷം കാര്യങ്ങളൊക്കെ കുറെ സംസാരിച്ചു. ആ സംസാരിച്ചതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയോട് പറയുകയാണ്, നിന്റെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണം. നീ പറഞ്ഞു കൊടുക്കണം, സ്വർഗം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ മണ്ണാണ്, അവിടെയുള്ളത് ഏറ്റവും സുന്ദരമായ ജലമാണ്. അല്ലാഹു അക്ബർ. അവിടുത്തെ ചെടികൾ എന്ന് പറയുന്നത്, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്റുകളാണ് ആ സ്വർഗത്തിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടിയുള്ള ചെടികൾ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്.
അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഓരോ പ്രവാചകന്മാരെയും അല്ലെങ്കിൽ ഒന്നിലധികം പ്രവാചകന്മാരെ ചില ആകാശങ്ങളിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ പിന്നീട് ബൈത്തുൽ മഅമൂറിലേക്ക് എത്തുകയാണ്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആകാശത്തിലെ കഅബ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ആ കഅബയിലേക്ക് 70,000 മലക്കുകൾ ഒരു നേരം ഒരു ബാച്ചിൽ ആരാധന നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഒരു ബാച്ചിൽ 70,000 മാലാഖമാർ. അങ്ങനെ ആ മാലാഖമാരാകട്ടെ പിന്നീട് പുറത്തേക്ക് വരുന്നില്ല. ആ മലക്കുകളൊന്നും തിരിച്ചു പോരുന്നില്ല. അപ്പോ ഒരു ദിവസം ആരാധന നിർവഹിക്കാൻ 70,000 മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ബൈത്തുൽ മഅമൂർ എന്ന ആ കഅബയിലേക്ക് കയറിപ്പോകുന്നുണ്ട് എങ്കിൽ എത്രമാത്രം മലായിക്കത്തുകൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. അള്ളാഹുവിനല്ലാതെ അവന്റെ ജുനൂദിനെ സംബന്ധിച്ചുള്ള കണക്കറിയില്ല. പടച്ചോൻ അതിന് മാത്രം മലായിക്കത്തുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിച്ച മലായിക്കത്തുകളൊക്കെ ഈ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ബൈത്തുൽ മഅമൂറിൽ കയറി ആരാധന നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഉദ്ധരണിയിൽ നമുക്ക് കാണാവുന്നത്, ഒരു വിശദീകരണത്തിൽ തഫ്സീറിൽ നമുക്ക് കാണാവുന്നതാണ്. ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ബൈത്തുൽ മഅമൂർ എന്നത് നമ്മുടെ ഭൂമിയുടെ കഅബയുടെ നേരെ മുകളിൽ തന്നെയാണ്. ഭൂമിയുടെ കഅബയുടെ നേരെ മുകളിൽ തന്നെയാണ്. ഒരു വേള ആ ബൈത്തുൽ മഅമൂർ എങ്ങാനും താഴേക്ക് വീണാൽ നമ്മുടെ കഅബയുടെ മുകളിൽ തന്നെയാണ് അത് വീഴുക. അത്രക്ക് നേരെയാണ് അതുള്ളത് എന്ന് ഇബ്നു കസീറിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഭൂമിയിൽ ഉള്ള കഅബ നിർമ്മിച്ചിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്നതുകൊണ്ടായിരിക്കാം ആ കഅബയോടുള്ള ബന്ധം തന്നെ അതിനോട് ചാരിയിരുന്നു കൊണ്ടാണ് അവിടെ ആ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകൻ അദ്ദേഹത്തെ കാണുന്നത് എന്നും നാം മനസ്സിലാക്കുകയാണ്. അതുപോലെ ആകാശത്തിൽ വളരെ കുറഞ്ഞ പ്രവാചകന്മാരെയാണ് കണ്ടിട്ടുള്ളത്. അത് അവരുടെ മഹത്വത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാർ എന്ന മഹത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണ് എങ്കിൽ ഉലുൽ അസ്മിൽപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം 2ാമത്തെ ആകാശത്തിലാണുള്ളത്. 4ാമത്തെ ആകാശത്തിലുള്ളത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് ഖുർആനിൽ 2 സ്ഥലത്ത് മാത്രമാണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ അംബിയായിലും സൂറത്തു മറിയമിലും 2 സ്ഥലത്തു മാത്രമാണ് ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അവിടെ മിഅ്റാജിന്റെ രാത്രിയിൽ 4ാമത്തെ ആകാശത്തിലുണ്ട്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതുപോലെ തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ആ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ ആ ആകാശങ്ങളുടെ ആ പട്ടികയിൽ നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹവും ആ ചിത്രത്തിലില്ല. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു അധികാരം നൽകിയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് അദ്ദേഹവും ആ കൂട്ടത്തിലില്ല. അപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളും ഉദ്ദേശങ്ങളും അത് പൂർത്തിയാക്കുവാൻ വേണ്ടി അവൻ ഉദ്ദേശിച്ചിട്ടുള്ള ചില ആളുകളെ ആ ആകാശത്തിലേക്ക് സ്ഥാനം നൽകുകയും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുമായി സംസാരിക്കുവാനുള്ള അവസരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരുമായി പല സംസാരങ്ങളും സംസാരിച്ചു. ആ സംസാരത്തിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വഖാല ഇബ്രാഹിം അൽഹംദുലില്ലാഹില്ലദീ ഇത്തഖദനി ഖലീല വഅഅതാനി മുൽക്കൻ അലീമ. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഖലീലായി സ്വീകരിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ കല്ലമനി തക്ലീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അവർക്ക് അല്ലാഹു നൽകിയ ഒരുപാട് നിഅ്മത്തുകൾ എടുത്തു പറഞ്ഞു.
നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഫകുല്ലുകും അസ്നാ അലാ റബ്ബിഹി അൽഹംദുലില്ലാഹില്ലദീ അർസലനി റഹ്മത്തൻ ലിൽ ആലമീൻ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ സർവസ്തുതിയും അർസലനി റഹ്മത്തൻ ലിൽ ആലമീൻ, എന്നെ ലോകത്തുള്ള ജനങ്ങൾക്കാകമാനമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. വകാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും ബഷീറും നദീറുമായിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത്. വഅൻസല അലൽ ഖുർആൻ ഫീഹി ബയാനുൻ ലികുല്ലി ശൈ, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ബയാനായിട്ടുള്ള വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. വജഅല ഉമ്മത്തി ഖൈറ ഉമ്മത്തിൻ, എന്റെ ഉമ്മത്താകട്ടെ ഏറ്റവും നല്ല ഉമ്മത്താണ്. ഉഖ്രിജത ലിന്നാസ് വജഅല ഉമ്മത്തി ഉമ്മത്തൻ വസതൻ, എന്റെ ഉമ്മത്ത് മധ്യമ സമൂഹവുമാണ്. നോക്കൂ, ഈ ചരിത്രമൊക്കെ നമ്മൾ അറിയട്ടെ. അവിടെ ഓരോ പ്രവാചകന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഓരോരുത്തരും അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകൾ പറഞ്ഞു. പ്രവാചകന്റെ ശ്രേഷ്ഠതകൾ ഇവിടെ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. പ്രവാചകൻ അവരോട് ചോദിച്ചു, ചില ആളുകളോട്, നിങ്ങൾ ഖിയാമത്തിനെ കുറിച്ച് വല്ലതും അറിയുമോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലാ ഇൽമ ലീ ബിഹാ, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അതുപോലെ ഓരോ പ്രവാചകന്മാരും പറഞ്ഞു, ഞങ്ങൾക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴാണ് അതുണ്ടാവുക എന്നതിനെ കുറിച്ച് അറിയില്ല, ആർക്കും അറിയില്ല എന്ന ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ. ഈസാ നബിയോട് ചോദിച്ചപ്പോ, നേരത്തെ നാം പറഞ്ഞല്ലോ, ഈസാ നബി തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കണ്ടു എന്ന്. ഈസാ നബിയും ആദ്യം പറഞ്ഞു, ലാ ഇൽമ ലീ ബിഹാ, അതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. പിന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, മുഹമ്മദ് നബിയെ അങ്ങയുടെ ഉമ്മത്തിൽ ഒരാളായി ആ സമയത്ത് ഞാൻ ഇറങ്ങി വരും. അങ്ങയുടെ ഉമ്മത്തിൽ ഒരാളായി, മുഹമ്മദ് നബിയുടെ ഒരു അനുയായിയായി, ഒരു സഹാബിയായി ആദ്യം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകൻ അവസാന കാലഘട്ടത്തിൽ കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ ദജ്ജാലും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് ആ സംഭവം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ശരി, അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ആകാശത്തിലെ കഅബയിൽ നിന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉയരുകയാണ് പ്രവാചകൻ. സിദ്റത്തുൽ മുൻതഹ, അതിന്റെ അർത്ഥം തന്നെ ഏറ്റവും അങ്ങേ തലക്കൽ എന്നാണ്. അഥവാ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അർശാണ്, അള്ളാഹുവിന്റെ അർശാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നതിന്റെ അപ്പുറം അള്ളാഹുവിന്റെ അർശാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നത് ഈ സിദ്റത്തുൽ മുൻതഹയിലാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആഴ്ചയിൽ 2 ദിവസം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? ആ പ്രവർത്തനങ്ങളെല്ലാം എത്തപ്പെടുന്നത് ഈ സിദ്റത്തുൽ മുൻതഹയിലാണ്. അഥവാ അങ്ങേയറ്റത്തെ അവിടെയുള്ള ആ സ്ഥലത്തേക്കാണ് ഈ കാര്യങ്ങളെല്ലാം. ഇലൈഹാ യന്തഹി മാ യഖ്റുജു ബിഹി മിനൽ അർള് എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. എല്ലാ കാര്യങ്ങളും അവസാനമായി എത്തിച്ചേരുന്നത് ആ സിദ്റത്തുൽ മുൻതഹയിലേക്കാണ്. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. ആ സിദ്റത്തുൽ മുൻതഹയെ സംബന്ധിച്ച് 6ാമത്തെ ആകാശത്തിലാണ് എന്ന് ഇമാം മുസ്ലിമും 7ാമത്തെ ആകാശത്തിലാണ് എന്ന് ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്നുണ്ട്. ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണത്തിൽ ഈ പറഞ്ഞത് രണ്ടും ശരിയാണ്. 6 എന്നതും 7 എന്നതും ശരിയാണ്. കാരണം അതിന്റെ അടിഭാഗം മുരട് കിടക്കുന്നത് 6ലാണ്, അതിന്റെ ശിഖരങ്ങൾ കിടക്കുന്നത് 7ലുമാണ് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ആ മരത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞത് ഹിജ്റിലെ അഥവാ യമനിലെ ഒരു പ്രത്യേക ഗോത്രമാണ്. ആ ഗോത്രക്കാരായ ആളുകളുടെ നാട്ടിലുള്ള ചിലപ്പോൾ മരത്തിലുള്ള ആ കായ്കനികളെ പോലെ അത്രയും തടിച്ച കായ്കനികളാണ്, ആനയുടെ ചെവികളെ പോലെയുള്ള ഇലകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ആ രംഗം ഞാൻ ഓതിവെച്ച ആയത്തിലൂടെ, സൂറത്തുൽ നജ്മിലെ കുറെ ആയത്തുകളിലൂടെ അള്ളാഹു പറയുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രവാചകനിലേക്ക് വഹ്യി നൽകേണ്ടത് നാം വഹ്യി നൽകി. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകന്റെ ഹൃദയം ആ കണ്ടതിനെ ഒന്നിനെയും കളവാക്കി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ സിദ്റത്തുൽ മുൻതഹയിൽ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പല രൂപത്തിൽ മനുഷ്യ രൂപത്തിൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പൂർണ്ണ രൂപത്തിലും വന്നിട്ടുണ്ട്. മനുഷ്യ രൂപത്തിൽ വന്നിട്ടുള്ള സമയത്ത് ദിഹിയൽ കൽബി എന്ന് പറയുന്ന ഒരാളുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. ദിഹിയൽ കൽബിയെ കുറിച്ച് ചരിത്രം പറയുന്നത് ബനു കൽബ് ഗോത്രത്തിലെ യൂസുഫ് നബിയായിരുന്നു അദ്ദേഹം എന്ന അത്രയ്ക്ക് സുന്ദരനായ വ്യക്തിയായിരുന്നു ദിഹിയൽ കൽബി എന്ന് പറയുന്ന ആൾ. അയാളുടെ രൂപത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കൽ വന്നിരുന്നത്. ആ ഗോത്രത്തിലെ യൂസുഫ് നബി എന്നറിയപ്പെടുന്ന അത്രയും സുന്ദരനായ കൊണ്ട്. എന്നാൽ രണ്ട് സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒറിജിനൽ രൂപത്തിൽ പ്രവാചകൻ കണ്ടിട്ടുള്ളത്. ഒന്ന് ആദ്യം വഹി കിട്ടിയതിനു ശേഷം വീട്ടിലേക്ക് ഓടിപ്പോവുകയും അതിനുശേഷം ഇടക്കാലത്ത് കുറച്ച് വഹി നിലച്ചു പോവുകയും ചെയ്തതിനു ശേഷം നേരെ മുകളിൽ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. പിന്നീട് കാണുന്നത് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഈ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചുകൊണ്ടാണ്. ആ പ്രവാചകന് അന്നഹു റഅ ജിബ്രീൽ ലഹു 600 ജനാഹ് 600 ചിറകുകളോട് കൂടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുകളോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചുകൊണ്ട് ആ ജിബ്രീലിനെ കാണുകയാണ്. അതുപോലെ പ്രവാചകൻ ആ ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചുകൊണ്ട് 4 നദികൾ കണ്ടു പ്രവാചകൻ. 4 നദികൾ, അതിൽ 2 അതിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും 2 അതിന്റെ പുറത്തു നിന്ന് ഉത്ഭവിക്കുന്നതുമാണ്. പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. അകത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അത് കൗസറും സൽസബീലുമാണ്. നമ്മൾ ഖുർആനിൽ പറഞ്ഞ ഇന്ന അഴ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞ കൗസർ, സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞിട്ടുള്ള സൽസബീൽ, ഈ 2 നദികളാകുന്നു അതിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതുപോലെ ആ സിദ്റത്തുൽ മുൻതഹ അള്ളാഹു പ്രവാചകന്റെ വരവ് പ്രമാണിച്ച് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലആനിയതുഹു അക്തർ മിൻ അദദി നുജൂമിസ് സമാ വകവാകിബുഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആ മരങ്ങൾ വല്ലാതെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ നദികളിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ വേണ്ടി അതിൽ പാത്രങ്ങളുണ്ട്. നാളെ നമ്മൾ മത്സരാലോകത്തെത്തുമ്പോ നമുക്കും വെള്ളം കുടിക്കാൻ വേണ്ടി പ്രവാചകന് നൽകപ്പെട്ട അനുഗ്രഹീതമായ ആ നദിയിലുള്ള പാത്രങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നാണ് മിൻ അദദി നുജൂമിസ് സമാ വകവാകിബുഹാ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ച് പാത്രങ്ങളുണ്ട്. അപ്പൊ മനുഷ്യ സമൂഹം അതിന് മാത്രം ഉണ്ടാകും. ആ രൂപത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇത്രയ്ക്ക് പാത്രങ്ങൾ കൊണ്ട് പ്രവാചകന്റെ ഉമ്മത്തിനും അതുപോലെ അതിലൂടെ വരുന്നവർക്കും വെള്ളം കുടിക്കാൻ ഇത്രയും വിശാലമായിട്ടുള്ള കൗസർ, അതിൽ നക്ഷത്രക്കണക്കിന് പാത്രങ്ങൾ. ഇത് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഇത് പറയുന്ന സമയത്ത് വെറും 200ഓളം ആയത്തെ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് അല്ല, 200ഓളം ആളുകൾ മാത്രമാണ് നബിന്റെ ഒപ്പം വിശ്വാസികളായിട്ടുള്ളൂ. വെറും 200ഓളം ആളുകൾ മാത്രം പ്രവാചകന്റെ കൂടെ സ്വഹാബത്തായിട്ടുള്ള ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നക്ഷത്രക്കണക്കിനുള്ള പാത്രങ്ങൾ കൊണ്ട് അവർക്ക് വെള്ളം കുടിക്കാനുള്ള പാകത്തിൽ അവിടെ ഹൗലുൽ കൗസർ നനക്കിതാ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ സിദ്റത്തുൽ മുൻതഹയിൽ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ അർശാണ് നാം പറഞ്ഞതുപോലെ ഒരാൾക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കടക്കം ഈ സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് അങ്ങോട്ട് പ്രവേശനമില്ല. ജിബ്രീലും അവിടെ നിർത്തിയിട്ട് നമ്മുടെ വെളിയങ്കോട് ഉമർ ഖാദി അദ്ദേഹത്തിന്റെ മുഹമ്മദായ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുബം വവദ്ദൽ വഖതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. പ്രവാചകരെ, ഇവിടെ വരെ വരാനേ എനിക്ക് അവകാശമുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് പോയിക്കൊള്ളുക, ഇവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് താങ്കൾ പോയിക്കൊള്ളുക എന്ന് പറയുന്നു. അങ്ങനെ പേനയുടെ എഴുത്തുകളുടെ ആ ഒച്ച, ആ പെന്നിങ്ങനെ നിരങ്ങുന്ന ആ ശബ്ദമില്ലേ, ആ ഒച്ചകൾ ഞാൻ അവിടെ വെച്ചുകൊണ്ട് കേട്ടു. അവിടുന്ന് മുകളിലേക്കാണ് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അവ്വലമാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് പേനയാണ്. എന്നിട്ട് ആ പേനയോട് പറഞ്ഞു, ഉക്തുബ്, പേനയെ നീ എഴുതിക്കോ.
അള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതങ്ങനെ തന്നെയാണല്ലോ. കുൻ ഫയകൂൻ. അങ്ങനെ പേന ചോദിച്ചു, റബ്ബി വമാദാ അക്തുബു, ഞാൻ എന്താണ് എഴുതേണ്ടത് റബ്ബേ? അപ്പൊ അള്ള പറഞ്ഞു, ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള സകല കാര്യങ്ങളും നീ എഴുതി വെക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നത് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. മുൻതഹി, സിദ്റത്തുൽ മുൻതഹിയുടെ അപ്പുറത്തേക്ക് അർശിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത്, ആ പേനയുടെ ഒച്ച കേൾക്കുന്ന ആ സമയത്ത് എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. ഖദർ, ഖളാ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരിക്കലും മാറാത്ത രൂപത്തിലുള്ള ഖദറുണ്ട്, മാറുന്ന ഖദറുകളുമുണ്ട്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഏതായിരുന്നാലും അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മിഅ്റാജിന്റെയും അവസാന രംഗം ക്ലൈമാക്സ് ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ അർശിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുകയാണ്. ആ അർശിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ഭാവനകൾക്കപ്പുറമാണത് എന്നാണ്. വിശാലമായ അള്ളാഹുവിന്റെ അർശ് എത്രത്തോളമുണ്ട്, അള്ളാഹുവിന്റെ അർശ് എത്രത്തോളമുണ്ട് എന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നത് വിശാലമായ ഒരു മരുഭൂമി, ആ മരുഭൂമിക്കിടയിൽ ഒരു മോതിരം, ആ മരുഭൂമിക്കിടയിൽ ഒരു മോതിരം. ആ മോതിരം എത്രയാണോ അത്രയുള്ളൂ അള്ളാന്റെ അർശ് കഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൂടി. ബാക്കിയൊക്കെ അള്ളാഹുവിന്റെ അർശാണ്. അത്രയും വിശാലമായ രൂപത്തിലാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. ആ വാനലോകത്തെ സംബന്ധിച്ച് അത്രയും വിശാലമാണ് എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്. അള്ളാനെ കുറിച്ച് പറയുമ്പോഴും അള്ളാന്റെ അർശിനെ കുറിച്ച് പറയുമ്പോഴുമെല്ലാം ആ പറയുന്ന ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക എന്നതല്ലാതെ അതിന്റെ അപ്പുറം എന്റെ മനസ്സിലേക്ക് വല്ല ചിന്തയും കടന്നു വന്നാൽ നീ അള്ളാനെ കുറിച്ച് ഒരു ചിത്രം നിന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയാൽ അതല്ലട്ടോ അള്ളാഹ്, അതല്ല അല്ല. ആ അല്ല നിന്റെ ഭാവനകൾക്കപ്പുറമാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ അൽ ഹയ്യുൽ ഖയ്യൂം ഹുവൽ അവ്വലു വൽ ആഖിർ ലം യലിദ് വലം യൂലദ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വിവിധ ആയത്തുകളിൽ പറയുന്നത് പോലെ തന്നെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർശിന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തിയിരിക്കുകയാണ്. അതുപോലെ അല്ലാഹു സിംഹാസനാരോഹണം നടത്തി. അല്ലാഹ് സിംഹാസനത്തിൽ ഇരുന്നു. എന്താണ് അള്ളാഹുവിന്റെ സിംഹാസനം? ആ സിംഹാസനം ഭരിക്കുന്ന അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാന്റെ അർശ് വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ മലക്കുകളെ കുറിച്ചൊക്കെ ഹദീസ് വിശദീകരിക്കുമ്പോ ചെവി മുതൽ കഴുത്ത് വരെയുള്ള ആ മലക്കുകളുടെ നീളത്തെ ഐറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെ കിലോമീറ്ററുകളോളം എന്നാണ് പറയുന്നത്. അത്രക്കും ബലിഷ്ഠരായ മലക്കുകളാണ് അള്ളാഹുവിന്റെ ആ അർശിനെ വഹിക്കുന്നത് എന്ന്. അർശിനെ കുറിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, എന്താണ് ഈ അർശ് എന്ന് പറയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് അൽ-ഇസ്തിവാഉ മഅലൂം, അള്ളാഹു ഉപവിഷ്ടനായി എന്നത് ശരിയാണ്. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെ എന്നത് നമുക്കറിയില്ല. ഈമാനും ബിഹി വാജിബ്, പക്ഷെ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, ചോദ്യം ചോദിക്കാനുള്ളത് ബിദ്അത്തുമാണ്. അതാണ് അർശ് എന്ന് പറഞ്ഞത്. നമുക്കതിലേക്ക് നമ്മുടെ വകയായൊന്നും ചോദിക്കാനില്ല. അള്ള പറഞ്ഞതും കേട്ടതും ആ രൂപത്തിൽ പറയുക എന്നതല്ലാതെ അതിനപ്പുറം അവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല. അങ്ങനെ അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചോ ഇല്ലേ? രണ്ടഭിപ്രായമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവും നേരിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുഹദ്ദിസുകളായ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് വിശദീകരിക്കുമ്പോ റആഹു ബിഫുആദിഹി, ആ പ്രവാചകൻ മനസ്സിൽ കണ്ടിട്ടേയുള്ള പ്രവാചകനെ നേരിട്ട്, അള്ളാഹുവിനെ നേരിട്ട്, അല്ലാതെ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിയില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം നമുക്കറിയാം. ആ മലയുടെ മുകളിൽ ഒരു പ്രകാശം വന്നപ്പോൾ തന്നെ അദ്ദേഹം ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ വഖദ് കദബ, അവൻ കളവാണ് പറയുന്നത്. വഹുവ യഖൂൽ, അല്ലാഹ് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ പറ്റുകയില്ല എന്ന്. അങ്ങനെ അവിടെ വെച്ച് അള്ളാഹുവുമായിട്ടുള്ള ആ സംഭാഷണങ്ങൾ നടക്കുകയാണ്. നമസ്കാരം നിർബന്ധമാക്കി. അതുപോലെ രണ്ട് നേരിട്ട്, ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മെമ്മോ വരാറുണ്ട്, നോട്ടീസ് വരാറുണ്ട്. ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ വിലപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ നമ്മെ ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ട് HMO പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ MDയോ ഒരു കാര്യം പറയാ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ്.
ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയില്ല. എന്തൊക്കെയാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാഉഹ, എന്തൊക്കെയാണോ വഹി നൽകാൻ ഉദ്ദേശിച്ചത് അതൊക്കെ വഹി നൽകി എന്നാണ്. എന്തൊക്കെയാണോ വഹി നൽകിയിട്ടുള്ളത് അത് വഹി നൽകി. നബി അതിൽ 2-3 നമുക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെയാണ്? അതിലൊന്ന് അല്ലാഹ് നേരിട്ട് കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയല്ലാതെ നേരിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ഒന്നാമത്തെ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഒന്നാമത്തെ കാര്യമായി കൊണ്ട് പറയുന്ന നമസ്കാരമാണ്. രണ്ടാമത്തത് ബഖറയുടെ അവസാനത്തെ നമ്മൾ ആമന റസൂൽ എന്ന് പറഞ്ഞ 2 ആയത്തില്ലേ, ആ 2 ആയത്തുകൾ ബഖറയുടെ അവസാനം മിക്കവാറും ആളുകൾ മനഃപ്പാടമാക്കിയിട്ടുള്ള അത്രയും ശ്രേഷ്ഠതയുള്ള ഉറങ്ങുമ്പോൾ വരെ ചെല്ലാൻ സുന്നത്താക്കിയിട്ടുള്ള ആമന റസൂൽ എന്ന് പറയുന്ന അവസാനത്തെ 2 ആയത്ത്. മൂന്നാമത്തത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കരാറാണ്. ശിർക്കില്ലാതെ ജീവിച്ച ആളുകൾ ഏതെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിലെത്തും. ശിർക്കില്ലാത്ത രൂപത്തിൽ തൗഹീദോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വർഗത്തിലെത്തും. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഒരു പാറയുടെ മുകളിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്ത്, രണ്ടാമത്തേതിൽ 3, 4, 5, 6, 7 ഇതിലൊക്കെ പ്രവാചകന്മാരെ കാണുന്നു, അവരുമായി സംസാരിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് ആകാശത്തിലെ കഅബ എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സിദ്റത്തുൽ മുൻതഹയിൽ എത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അർശിലേക്ക് എത്തുന്നു. അവിടെ എല്ലാമുള്ള ഈ സംഭാഷണങ്ങളും കാര്യങ്ങളും അവയിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇസ്ലാമിക ചരിത്രം എന്ന നിലക്ക് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലുണ്ടായ മഹത്തായ മുഅ്ജിസത്ത് എന്ന നിലക്കും നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വർഗവും നരകവും അവിടെയുള്ള അനുഭവങ്ങൾ അത് നാം വളരെ വിശാലമായി വിശദീകരിച്ചിരുന്നു. ആ സ്വർഗത്തിൽ കണ്ട കാഴ്ചകൾ, നരകത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ നരകത്തിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിൽ സൂക്ഷിക്കുവാനും ഒരു മുസ്ലിമായി ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഞെട്ടിക്കുന്ന, അമ്പരപ്പിക്കുന്ന പല വാർത്തകളുമാണ് നമ്മുടെ കുട്ടികളുമായി, പാഠശാലകളുമായി, യുവാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവയിൽ ഒരു വാർത്ത അധ്യാപകന് നേരെ കൊലവിളി നടത്തി എന്നതാണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം പത്രങ്ങളിലും മീഡിയകളിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള കാര്യമാണ്. അധ്യാപകന് നേരെ സ്റ്റാഫ് റൂമിൽ വെച്ചുകൊണ്ട് കൊലവിളി നടത്തിയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് നാം കേൾക്കുകയുണ്ടായി. ആ കുട്ടി ശരിക്കുള്ള സ്വബോധത്തോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് 9ാം ക്ലാസ്സുകാരി, 9, 5, 14 വയസ്സേ ആവുള്ളൂ. ഈ 14 വയസ്സുകാരി 3 ദിവസത്തോളം തന്റെ കാമുകനെ തന്റെ കട്ടിലിനടിയിൽ പാർപ്പിച്ചു എന്ന വീട്ടിൽ. തന്റെ സഹോദരിയായ +1 പഠിക്കുന്ന കുട്ടിക്ക് ഇത് അറിയുന്നു, പക്ഷെ എന്നിട്ട് മനസ്സിലാക്കിയിട്ടില്ല. 3 ദിവസം കാമുകനെ കട്ടിലിനടിയിൽ 9ാം ക്ലാസ്സുകാരി പ്രാർത്ഥിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി 13കാരനാണ്, 13 വയസ്സേ ആയിട്ടുള്ളൂ. 13 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ, അവൻ ഓൺലൈൻ ഗെയിമിങ്ങിൽ അവൻ പങ്കെടുത്തു. അതിൽ 1.87 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. 1.87 ലക്ഷം രൂപ ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ അവൻ നഷ്ടപ്പെട്ടു. അതുപോലെ അതിനുശേഷം അവൻ ഗെയിമിങ്ങിലൂടെ പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്, അവന്റെ കഴുത്തിലേക്ക് കയറി മുറുക്കി ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്ന, അങ്ങനെ ആ കുട്ടി അവിടെ ആത്മഹത്യ ചെയ്തു എന്നാണ്. അതുപോലെ ഒരു 14കാരൻ അമ്മയുടെ കഴുത്തറുത്തു.
അമ്മയുടെ കഴുത്തറുത്തു. അമ്മ ക്യാൻസർ വന്ന് തലയിൽ ട്യൂമർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. ലഹരി കടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ ആ അമ്മയുടെ കഴുത്തറുത്തു എന്ന വാർത്ത. അതുപോലെ തന്നെ 4ാം ക്ലാസ്സുകാരിയുടെ ബാഗിൽ നിന്ന് 2500 രൂപ വിലയുള്ള ഇലക്ട്രോണിക് സിഗരറ്റ് പിടിച്ചു. ഇലക്ട്രോണിക് സിഗരറ്റ് നമ്മളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാനത് കേട്ടപ്പോൾ ഞാൻ നോക്കിയത് എന്താ ഇലക്ട്രോണിക് സിഗരറ്റ് എന്താണ് എന്ന് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയതാണ്. അപ്പോ അത് വലിക്കാത്ത, എന്നാൽ അത് വലിക്കുന്നത് പോലെ അഭിനയിച്ചാൽ വലിയുടേതായിട്ടുള്ള എല്ലാം ലഭിക്കുന്ന രൂപത്തിലുള്ളതും ലഹരി ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സിഗരറ്റിന്റെ രൂപത്തിൽ. 2500 ഉറുപ്പുണ്ട്. 4ാം ക്ലാസ് പഠിക്കണ ഈ കുട്ടിക്ക് ഈ 2500 ഉറുപ്പ കിട്ടുക. അപ്പൊ അതിന്റെ പിന്നിലുള്ള റാക്കറ്റുകൾ ഏതാണ്? അതുപോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ MDMA. ഞാനൊന്ന് വിശദീകരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് ദിനം പ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് മോചിതനാക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. വിശ്വാസവുമായി അവരെ അടുപ്പിക്കുക എന്നത്. കൗൺസിലിങ്ങും ബാക്കിയുള്ളതൊക്കെ ഭൗതികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൂടെ മോചിതരായി എന്ന് വന്നേക്കാം. പക്ഷേ അവർ മോചിതരാകണമെങ്കിൽ മതങ്ങളുമായി, സംഘടനകളുമായി, നമ്മുടെ വലിയ സംഘടന ISM, MSM, കുട്ടികൾക്കുള്ള സംഘടനകൾ, ചെറുപ്പക്കാർക്കുള്ള സംഘടനകൾ, ആ രൂപത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയല്ലാതെ ഇതിന് വേറൊരു മാർഗമില്ല. നാട്ടിൽ നടക്കുന്ന ഏത് മതപരമായ സംഘടനകളാകട്ടെ, നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട ഏത് സംഘടനകളുടെ ചെറുപ്പക്കാരോ കുട്ടികളോ മുതിർന്നവരോ നടക്കുന്ന പരിപാടികളും ക്ലാസുകളും അതിലേക്ക് അവരെ ഒഴുക്കുക എന്നതല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. നിങ്ങൾ നോക്കി, നമ്മളെ ജുമായുടെ സദസ്സ് തന്നെ നോക്കി, ഈ പറഞ്ഞ ഈ 8ലും 4ലും 3ലും പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കി? ഉണ്ടാവില്ല. അവർ വിവിധ സ്കൂളുകളെ ഒഴിവുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും അവർ അധികവും എത്തിപ്പെടുന്നില്ല. മാതാക്കളാണ് ഈ കാര്യം കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ വരുമ്പോ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കണം എന്നവർ. ഏതൊരു കുട്ടിയും സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ആദ്യം നോക്കൽ കുട്ടിന്റെ മുഖത്തേക്ക്. എല്ലാം അവിടെ ഉണ്ടാവും. സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, അഭിനയം ഉണ്ടാവും, എല്ലാം ആ മുഖത്തുണ്ടാകും. ആ മുഖം കാണുന്ന ഉമ്മക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്റെ കുട്ടി എന്താണ് ഇന്ന് അനുഭവിച്ചത് എന്ന്. സംശയമുണ്ടെങ്കിൽ തന്ത്രപരമായി ആ കുട്ടിയോട് ചോദിക്കണം. കുട്ടിയോട് ചോദിക്കുമ്പോ ഉമ്മയുമായി അടുത്ത് ഇടപഴകുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ആ വിവരങ്ങളെല്ലാം ഉമ്മയുമായി പങ്കുവെക്കും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിലേക്ക് മാറിപ്പോവുകയില്ല. അതുപോലെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളും പിതാവും മക്കളെ ആലിംഗനം ചെയ്യുക, മുആനക്കത്ത്. ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ സുബൈന്റെ ക്ലാസ്സിൽ പറയാനുള്ള ഒരു വിഷയവും കൂടിയാണത്. മുആനക്കത്ത്, കുട്ടികളെ ആലിംഗനം ചെയ്യുക എന്നുള്ളത്, ചേർത്ത് പിടിക്കുക എന്നുള്ളത് അവർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർ മൊബൈലിൽ മാത്രം നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത്. ഞാനിന്റെ വാപ്പനത്തേക്ക് പോയിട്ട് എന്താ ഒന്ന് എന്ന് ചൂടായിട്ട് 4 ചോദ്യം ചോദിക്കും. എന്താ എനിക്ക് വേണ്ടി? എനിക്ക് സ്കൂളൊക്കെ 100 രൂപ വേണം. 100 എന്തിനാന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു വാപ്പാനെ അല്ലാതെ ഈ കുട്ടികൾ കാണാറില്ല. തന്നെ ചേർത്ത് പിടിക്കുന്ന, കൂട്ടിക്കൊണ്ടു പോകുന്ന, അതുപോലെ തന്നെ വസ്ത്രം ധരിപ്പിക്കുന്ന, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, യോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, വാൽവിന് കൊണ്ടുപോകുന്ന, ജമാഅത്തിന് കൊണ്ടുപോകുന്ന ഒരു വാപ്പാനെ ഒരു കണ്ടിട്ടില്ല. പിന്നെ കുട്ടികൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി അല്ലാതെ പിന്നെ എങ്ങനെയാവുക? ഇതിനപ്പുറാകും. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും തങ്ങളുടെ മക്കൾ നല്ലവരാകണം, അവരിലൂടെ കണ്ണീര് കുടിക്കരുത് എന്നാഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഇത് വിശാലമായി പറയേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യപൂർവ്വം നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഈ കാലഘട്ടം നമ്മെ വരിഞ്ഞു മുറുക്കുന്നത് ഇത്തരത്തിലുള്ള പല ലോബികളുടെയും പേരിലാണ്. മദ്യലോബി ഒരു ഭാഗത്തുണ്ട്, മയക്കുമരുന്ന് ലോബി വേറെ സ്ഥലത്തുണ്ട്. അതുപോലെ ഓരോ ലോബികളിലൂടെയാണ്. ഇത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, പ്രയോഗവൽക്കരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ മുഅ്ജിസത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാനുള്ള, ഉൾക്കൊള്ളുവാനുള്ള, പാഠമാക്കുവാനുള്ള കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും ഈമാൻ കൊള്ളുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുട്ടികളിൽ ഒന്നും തന്നെ
ഞങ്ങളുടെ യുവാക്കളിൽ ഒന്നും തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാടാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളുടെയും അതുപോലെയുള്ള മറ്റൊരുപാട് ദുശീലങ്ങളുടെയും ഒരു ലാഞ്ചന പോലും ഏൽക്കാത്ത രൂപത്തിൽ പടച്ചവരെ നീ സംരക്ഷിച്ചു നിർത്തണമേ റബ്ബേ. മാതാപിതാക്കൾ എന്ന ഉത്തരവാദിത്തം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് അവരിലൂടെ അവർക്കത് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ പ്രയോജനവൽക്കരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.